ഇന്ന് നമ്മൾ കേദാരനാഥിലേക്ക് യാത്ര തിരിക്കുകയാണ്. സീതാപൂർ ബേസ് ക്യാമ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ സോനാപ്രയാഗെത്തും. സോനാപ്രയാഗിൽ നിന്ന് കുതിര സവാരിക്ക് വേണ്ട ടിക്കറ്റ് എടുക്കേണ്ടതാണ്. 3500 രൂപയാണ് ചാർജ്. അതിൽ 3350 രൂപ കുതിരയുടെ ഫെയറും 150 രൂപ സർവീസ് ചാർജുമാണ്. സോനപ്രയാഗിൽ നിന്നുള്ള യാത്രയാണ്. സോനപ്രയാഗിൽ നിന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഗൗരികുണ്ടിലേക്ക് ജീപ്പ് കിട്ടും. ഗൗരികുണ്ടിൽ നിന്ന് കുതിരയിലാണ് യാത്ര. ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. കേദാർനാഥിലേക്കുള്ള യാത്രയാണ്. അത്യാവശ്യം നമ്മുടെ ജീപ്പ് കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ 1.5 കിലോമീറ്റർ നടക്കണം. അവിടെ 4 കിലോമീറ്റർ ജീപ്പിൽ, പിന്നെ കുതിരയിൽ 16 കിലോമീറ്റർ കുതിരയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് 2024 കുതിരയുടെ റേറ്റ് ഇവിടെ ഫിക്സഡ് ആണ്. ഒരു ഭാഗത്തേക്ക്, അതായത് ഗൗരികുണ്ടിൽ നിന്ന് നമ്മുടെ കേദാർനാഥ് വരെ 3500 രൂപയാണ് ചാർജ്. അത് നമുക്ക് അവിടെ ഗവൺമെൻറ് ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. അവിടെ തരുന്ന റെസിപ്റ്റ് അവിടെ എത്തിയ ശേഷം കുതിരക്കാർക്ക് കൊടുക്കണം. അവിടെ ഈ മഴ ആയതുകൊണ്ട് കുതിരക്കാർ നേരത്തെ തന്നെ തരാൻ ആവശ്യപ്പെട്ടു. അവരൊരു ID കാർഡൊക്കെ നമുക്ക് തന്നു. അവരെ വിശ്വസിച്ച് നമ്മൾ കാർഡ് ഏൽപ്പിച്ചിരിക്കുകയാണ്. കുതിരക്കാരൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. കുതിരയുടെ കാർഡ് അവിടെ എത്തിയിട്ടാണ് ഗൗരികുണ്ടുള്ളത്. ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് കുതിരേനെയും മറ്റും കിട്ടുക. കുതിര എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുതിര അവിടെ എത്തിയ ശേഷം നമ്മൾ കാർഡ് കൊടുക്കുക, നമുക്ക് കിട്ടിയ റെസിപ്റ്റ് കൊടുക്കുക. ആ റെസിപ്റ്റ് അവർ കൗണ്ടർ കാണിക്കുമ്പോഴാണ് അവർക്ക് പൈസ എൻകാഷ് ചെയ്യാൻ പറ്റുന്നത്. മുമ്പേ കൊടുക്കുമ്പോൾ ഉള്ള ചെറിയൊരു സാങ്കേതിക ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇവരെല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ആയിരിക്കും. എന്തെങ്കിലും കാരണം കൊണ്ട് അവർ നമ്മളെ പറ്റിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് വേറൊരു ഓപ്ഷനും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഏതാണ്ടൊരു കുറച്ച് ദൂരം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു 4 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കുതിരയിൽ സഞ്ചരിക്കുമ്പോൾ കേദാർ എത്തുന്നതിന് ഒരു 9 കിലോമീറ്റർ മുന്നേ നമ്മളൊക്കെ കഷ്ടി ഒരു 6-6.5 കിലോമീറ്റർ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ് കുതിരക്കാർ. ഇവിടെ നിന്ന് അവർ കുതിരയ്ക്ക് ശർക്കരയൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് നമ്മളുള്ളത്. ഇനിയും 9 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ഇത് വഴി നീളെ നമുക്ക് കാണാൻ പറ്റുക ഇവിടെയൊക്കെ വെള്ളച്ചാട്ടങ്ങളാണ്. കുതിരകൾ വരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര പാടാണ്. ഇതൊക്കെ വെള്ളച്ചാട്ടങ്ങൾ കാണാം. നടന്നു പോവാം. പക്ഷെ എന്താ പ്രശ്നം വെച്ചെങ്കിൽ ഈ കുതിരകളും ഈ ഡോളിയൊക്കെ പാടാകുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും തടസ്സപ്പെട്ട് കൊണ്ടേയിരിക്കും. ഈ നടന്നു പോകുമ്പോഴുള്ള വേറൊരു പ്രശ്നം, നല്ല ചളിയോട് കൂടിയ മണ്ണാണ്. അതിലൂടെ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ നടക്കാൻ. 9 കിലോ ആ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന കുതിര. ഇപ്പോൾ നമ്മൾ കേദാർനാഥിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കേദാർനാഥിലോട്ട് കുതിര ഇറക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. ഇപ്പോൾ ഹെലിപാഡ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഹെലികോപ്റ്റർ പോകുന്ന ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടിയിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഒരു 3.25 മണിക്കൂർ സമയമെടുത്തു. ഇതാണ് ഹെലിപാഡ്. നല്ല തണുപ്പാണ്.
ഒരു മഞ്ഞ് മൂടിയ അന്തരീക്ഷം. ഇതപ്പോൾ കേദാരേശ്വരൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അവിടെ എത്തിയാൽ തന്നെ നമ്മൾ ദർശനത്തിന് വേണ്ടി ക്യൂവിന് നിന്നു. ഇപ്പോൾ കേദാര ക്ഷേത്രത്തിലാണുള്ളത്. നല്ലൊരു കാലാവസ്ഥയാണ്. ബാക്കിലൊക്കെ നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ട്. ഐസ് മലകളുണ്ട് ബാക്കിൽ. സന്യാസിമാരൊക്കെ ഇരിക്കുന്നതാണ്. ഭസ്മഭൂഷിതരായിട്ടാണ്. ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഈ ക്ഷേത്രത്തിൽ. പഞ്ചപാണ്ഡവർ നിർമ്മിച്ചെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ക്ഷേത്രം നമ്മുടെ ശങ്കരാചാര്യരെ പുനർപ്രതിഷ്ഠ നടത്തി. ശങ്കരാചാര്യ സമാധി ആയത് ഇവിടെ തന്നെയാണ്. ഏതാണ് ശങ്കരാചാര്യർക്കും ക്ഷേത്ര പ്രതിഷ്ഠ തമ്മിൽ ബന്ധമാണ്. ഇവിടെ കുറേ സന്യാസിമാരുണ്ട്. പൂർണ്ണമായും ഭസ്മവിഭൂഷണരായ സന്യാസിമാർ. ഭീംശില വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഈ ശില കാരണമാണ് ക്ഷേത്രത്തിലേക്ക് വെള്ളം ഇരച്ചു കയറാതിരുന്നത്. ഇവിടെ നിന്ന് ഒഴുകി വന്ന് ഈ ശില ഇവിടെ ആയി എന്ന് പറയും. അതുകൊണ്ട് ഈ ശിലേനെ പിന്നീട് വന്ന പുനർനിർമ്മാണത്തിലും ഇവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഈ ഗ്രാമങ്ങളിൽ വെച്ച് ഏറ്റവും ഉയരത്തിലുള്ള ഡാമാണ് കേദാർനാഥ്. പ്രകൃതി മനോഹരമാണ്. കേദാർനാഥിലാണ് നമ്മുടെ ശങ്കരാചാര്യരുടെ സമാധി സ്ഥലമുള്ളത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും നിർമ്മിച്ചിട്ടുണ്ട്. അത് ബദരിയിൽ നിന്നൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കേദാർനാഥിലാണ് ശങ്കരാചാര്യർ സമാധി അടഞ്ഞത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സമാധി ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് ശങ്കരാചാര്യരുടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. അത് ആ പ്രളയത്തിൽ അപ്രത്യക്ഷമായി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നേരത്തെ കാണുന്നത് ഭീംശിലയാണ്. ഭീംശിലയെക്കുറിച്ച് ഞാൻ നേരത്തെ വർണ്ണിച്ചു. ഒരു പട്ടുകൂറ്റൻ പാറക്കല്ലാണ് ഈ ഭീംശില എന്ന് പറയുന്നത്. അവിടെ കുറേ ശിവഭക്തരായ സന്യാസിമാരുണ്ട്. അവർ രാവും പകലും അവിടെ തന്നെയാണ് ചിലവഴിക്കുന്നത്. ഇവിടെയും കാലാവസ്ഥ പെട്ടെന്ന് മാറ്റങ്ങൾക്ക് വിധേയമാകും. ആദ്യം നല്ല വെയിൽ, പെട്ടെന്ന് മഞ്ഞ് വരുന്നു, പിന്നെ തണുപ്പ് വരുന്നു, പിന്നെ ഇടയ്ക്ക് മഞ്ഞ് വീഴുന്നു. ഇങ്ങനെയൊക്കെയാണ്. വലിയ തിരക്കൊന്നുമില്ല. നമുക്ക്
ഇവിടെ വീണ്ടും കേദാരേശ്വരൻ്റെ പല പല വ്യൂസ് എടുക്കുകയാണ്. ആകാശം തന്നെ നമുക്ക് പലതരത്തിലുള്ള ചിത്രങ്ങൾ വരച്ച് കാണിക്കുന്ന പോലെ നമുക്ക് തോന്നും. മേഘങ്ങൾ മാറി മറിയുന്നത് കൊണ്ടും മേഘങ്ങളുടെ ഘടന പെട്ടെന്ന് മാറുന്നത് കൊണ്ടും ആകാശം തന്നെ ഒരു വിസ്മയമാണ്. ഇതാണ് ശ്രീ ശങ്കരാചാര്യ സമാധി മന്ദിരം. ഇവിടെ ശങ്കരാചാര്യരുടെ വലിയൊരു പൂർവകായ പ്രതിമ ഉണ്ട്. ശങ്കരാചാര്യ മണ്ഡപ ഏകദേശം ഒരു ഗുഹയ്ക്കുടെ പോലെ കുറച്ച് ആഴത്തിൽ കുഴിച്ചെടുത്ത് അവിടെയാണ് ശങ്കരാചാര്യരുടെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ പല കാവ്യങ്ങളുടെ ശ്ലോകങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഹമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയമാമൃതാത് എന്ന മന്ത്രം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് മൃത്യുഞ്ജയ മന്ത്രമാണ്. താഴത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ ശങ്കരാചാര്യരുടെ പൂർണ്ണകായ പ്രതിമയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ നിന്ന് കുറേ ഫോട്ടോവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടക്കാരൊക്കെ എടുക്കുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഇരുട്ടായിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ താമസിക്കുകയുണ്ടായി. ഇത് രാത്രിയിലെ കാഴ്ചകളാണ്. രാത്രിയിലെ കേദാറിൻ്റെ കാഴ്ചകൾ തികച്ചും വിഭിന്നമാണ്. ചെറിയ തോതിലുള്ള ലൈറ്റുമൊക്കെ ഇട്ട് അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കേദാരേശ്വരൻ്റെ രാത്രിയിലുള്ള ദർശനം തന്നെ ഒരു വിശിഷ്ടമായിട്ടാണ് തോന്നിയത്. ഇവിടെ വരുന്നവർ കഴിയുമെങ്കിൽ തീർച്ചയായും രാത്രി എത്തേണ്ടതാണ്. അത് തരുന്ന അനുഭവം വളരെ വ്യത്യസ്തമായിരിക്കും. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് അവിടെ ഉള്ളത്. ഇനി കുറേ കാഴ്ചകൾ നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പല സന്യാസിമാരും അവിടെ ചെറിയ തോതിലുള്ള യാഗാഗ്നികൾ കൂട്ടി അതിലേക്ക് നെയ്യ് ഒഴിക്കുന്നുണ്ട്, മന്ത്രങ്ങൾ ജപിച്ച്. ആകെ ഭക്തിസാന്ദ്രമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഈ മഴയിലും ജനങ്ങൾ സെൽഫിയും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഈ മഴയിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മൊബൈൽ നനയുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും എല്ലാം ബാധിക്കാറുണ്ട്. ഇത് ആ ഗോപുരത്തിൻ്റേതാണ്. അപ്പം നേരത്തെ ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞിരുന്നില്ല, അത് ചെറുതായിട്ടൊന്ന് വിവരിക്കാം. പഞ്ചപാണ്ഡവർ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് പുണ്യം ലഭിക്കുവാനായി അവരുടെ ചെയ്ത പാപകർമ്മങ്ങൾ തീർക്കാൻ വേണ്ടി പരമശിവനെ കാണാൻ വേണ്ടി കാശിയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിനെ അവിടെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തിരഞ്ഞന്വേഷിച്ച് കേദാർനാഥിലെത്തിയപ്പോൾ ഭീമസേനൻ്റെ ശ്രദ്ധയിൽ ഒരു പ്രത്യേക കാളയെ ശ്രദ്ധയിൽപ്പെടുകയും അത് പരമശിവനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ്
അതിനെ കെട്ടിപ്പിടിക്കുകയും പെട്ടെന്ന് തന്നെ ആ കാളയെ പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ആ കാളയുടെ മുതുകത്തുള്ള കൂനുഭാഗത്താണ് ഭീമസേനൻ പിടിച്ചത്. അത് ഛിന്നഭിന്നമായി 5 ഭാഗങ്ങളിൽ പതിച്ചുവെന്നും കാള ഛിന്നഭിന്നമായി 5 ഭാഗങ്ങളിൽ പതിച്ചുവെന്നും അപ്പോൾ പഞ്ചകേദാർ എന്ന് അറിയപ്പെടുന്നു എന്നാണ് വിശ്വാസം. ആ കാളയുടെ മുതുകിലുള്ള വശമാണ് കേദാർനാഥിലത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ശിവലിംഗം ഒരു കാളയുടെ മുതുകിലെ മുഴ കൂനെങ്ങനെയാണോ അതുപോലെയാണ് ഇവിടുത്തെ ശിവലിംഗത്തിൻ്റെ ആകൃതിയും. അപ്പോൾ പഞ്ചപാണ്ഡവരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പഞ്ചപാണ്ഡവരാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ചന്ദ്രനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് പുലർച്ചെ വീണ്ടും സ്പർശന ദർശനമുണ്ട് രാവിലെ. അപ്പോൾ സ്പർശന ദർശനത്തിനായിട്ട് പോയപ്പോൾ എടുത്ത വീഡിയോകളാണ് ഇപ്പോൾ കാണുന്നത്. രാവിലെ 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമേ സ്പർശന ദർശനമുള്ളൂ. അതിന് ക്യൂ വളരെ വലുതാണ്. മാത്രമല്ല ആ സ്പർശന ദർശനത്തിന് കുറേ സമയം എടുക്കുകയും ചെയ്യും. ഒരു 3 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരും. ഇതിൻ്റെ ബാക്കിലൂടെ ഒഴുകുന്ന നദി മന്ദാകിനിയാണ്. ഈ മേഘവിസ്ഫോടനം സംഭവിച്ച മന്ദാകിനിയിലൂടെ അമിതമായ ജലപ്രവാഹം ഉണ്ടായിട്ടാണ് കേദാർനാഥും അതിൻ്റെ പരിസര പ്രദേശങ്ങളും പ്രളയത്തിൽ ഒലിച്ചുപോയത്. കേദാർനാഥ് ക്ഷേത്രം മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. നേരത്തെ ഞാൻ പറഞ്ഞ ഭീംശില ആ ജലപ്രവാഹത്തെ തടുത്തു നിർത്തി ക്ഷേത്രത്തിന് കേടുപാട് വരാതെ സംരക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വരുന്നവർ തീർച്ചയായും ഒരു ദിവസം താമസിക്കുക. ചിലവർക്ക് ഓക്സിജൻ്റെ കുറവ് കാരണം ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. പലർക്കും ബുദ്ധിമുട്ട് നേരിടുന്നത് ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു. അതുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഈ ആണ് നമ്മൾ കാണുന്നത്. ഹിമാലയ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റിയൊരു ക്ഷേത്രമാണ് കേദാർനാഥ്. എവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് അറിയുന്നില്ല. കാരണം അത്രത്തോളം മനോഹരമാണ് ചുറ്റുമുള്ള ദൃശ്യങ്ങൾ. മന്ദാകിനി, കേദാർനാഥ ക്ഷേത്രം പരിസരം, ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അത് പ്രളയവും അനുബന്ധിച്ച് ഉണ്ടായ ഒരുപാട് അനുബന്ധ കെട്ടിടങ്ങളെല്ലാം ഒലിച്ചുപോയി, ക്ഷേത്രമൊഴുകി. അവയെല്ലാം പുനർനിർമ്മിക്കപ്പെട്ടു. മാത്രമല്ല ഇനിയൊരു ഒഴുക്ക് മലവെള്ളപ്പാച്ചിലുണ്ടായാലും യാതൊരു കേടുപാടും വരാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകളോട് കൂടിയിട്ടാണ് പുനർനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. കാഴ്ചയിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. മനോഹരമായ ക്ഷേത്രത്തിൻ്റെ കാഴ്ച, മന്ദാകിനി നദി, ഇതാണ് മന്ദാകിനി. നമ്മുടെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ പിന്നിലൂടെ ഒഴുകുന്ന നദിയാണ്. കാണാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭൈരോ ബാബാവിൻ്റെ ഒരു മന്ദിരമുണ്ട് അവിടെ. ഒരു വിസ്മയ ലോകം തന്നെയാണ് ഹിമാലയം. അതിലും അതിവിശിഷ്ടമായൊരു വിസ്മയമാണ് നമ്മുടെ കേദാർനാഥ്. ഹിമശിഖരങ്ങൾ കൊണ്ട് ആവൃതമായ ഒരു താഴ്വരയിലാണ് നമ്മുടെ കേദാരം ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇപ്പോൾ നമ്മൾ മടക്കയാത്ര തുടങ്ങുകയാണ്. 10:50 ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് രാവിലെ. ഒരു ദിവസം ഇവിടെ താമസിച്ചു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. മടക്കം നടന്നാണ് ഇറങ്ങുന്നത്. അപ്പോൾ നേരത്തെ
കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ സാധിക്കാറില്ല. അതിൻ്റെ കുറവ് നികത്തുവാൻ വേണ്ടിയാണ് നടന്നിറങ്ങുന്നത്. ഈ നടന്നിറങ്ങുമ്പോൾ പരമാവധി വഴിയും അതിൻ്റെ മാർഗങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം പലതും ആവർത്തിക്കുന്ന പോലെ നമുക്ക് തോന്നാം. കാരണം ഇത് മലനിരകളുടെ ഏകദേശം ഒരു ആവർത്തന സ്വഭാവമുള്ളൊരു മലനിരകളാണ്. പക്ഷേ ക്യാമറകളിലോ മറ്റോ പകർത്തുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ നേരിട്ട് കാണുക, കഴിയുന്നവർ നേരിട്ട് കേദാറിലേക്ക് യാത്ര ചെയ്ത് ഇതെല്ലാം ഒന്ന് ആസ്വദിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അപ്പോൾ ഈ കിലികിലി ശബ്ദം കുതിരകളുടെ ശബ്ദമാണ്. കുതിരകളിൽ കെട്ടിയിരിക്കുന്ന കിങ്ങിണികളിലുണ്ടാവുന്ന ശബ്ദമാണ്. അതും ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ് തരുന്നത്. ആ ശബ്ദം, അതേപോലെ ഘോഷങ്ങൾ, വെള്ളമൊഴുകുന്ന ശബ്ദം തുടരെ നമുക്ക് കേൾക്കാൻ കഴിയും എത്തുന്നവരെ. ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഹൈറ്റിലാവുന്നതുകൊണ്ട് ഓക്സിജൻ്റെ കുറച്ച് അഭാവമുണ്ട്. താഴത്തേക്ക് ഇറങ്ങുന്തോറും നമുക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട്, വളരെ ആശ്വാസത്തോടു കൂടിയിട്ടാണ് നമുക്ക് ഇറങ്ങാൻ കഴിയുക. ഊർജം കൂടുകയാണ് ചെയ്യുക താഴത്തേക്ക് ഇറങ്ങുന്തോറും. അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. 16 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഗൗരികുണ്ടെത്തും. അപ്പോൾ അതിനുവേണ്ടി വളരെ സാവധാനം വീഡിയോവും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നൊരു ലക്ഷ്യമില്ല. ഇന്ന് രാത്രിയോടുകൂടി എത്തിയാൽ മതി എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഇറങ്ങുന്നത്. പക്ഷേ ഒരുപാട് നേരം വഴിയിക്കാനും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥകൾ മിന്നിമായും, പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് മഞ്ഞ് വീഴും. ഇങ്ങനെയെല്ലാമാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വളരെ വഴുക്കലും മറ്റ് കാര്യങ്ങളും ഉണ്ടാവും. എന്തായാലും വളരെ ഒരു ചാലഞ്ചിങ് ജേണിയാണ്. നമുക്കൊരു വെല്ലുവിളി പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു യാത്ര തന്നെയാണ് ഹിമാലയൻ യാത്ര. പ്രത്യേകിച്ചും കേദാർനാഥിലേക്കുള്ള തീർത്ഥയാത്ര. പല ഭാഗങ്ങളിലും മല ഇടിഞ്ഞ കാര്യങ്ങൾ കാണാം. നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ പലപ്പോഴും മലകൾ ഇടിഞ്ഞു വീഴും. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് യാത്ര ചെയ്യേണ്ടത്. നടപ്പാതകൾ പലപ്പോഴും മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട്. അതുകൊണ്ട് വേണ്ട പാദരക്ഷകളും മറ്റും കരുതിയാണ് നടക്കുന്നത്. ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണിങ്ങനെ കുഴമ്പ് വരുവാവും. ഈ കുഴമ്പ് ഭയങ്കരമായിട്ട് വഴുക്കലാണ്. ഈ മഴ പെയ്യുന്ന സമയത്ത് നല്ല ഗ്രിപ്പുള്ള പാദരക്ഷകൾ ഉപയോഗിക്കണം. ഷൂവോ അല്ലെങ്കിൽ ചെരുപ്പോ. ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല, കാണുക. ഇത് നമ്മൾ ഇറങ്ങുന്ന വഴി മൊത്തം റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. സെലക്ഷൻ നടത്തിയിട്ടില്ല, ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. കഴിയുന്നത്ര വീഡിയോ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാണുന്നവർക്ക് യഥാർത്ഥത്തിലുള്ള ഒരു അനുഭൂതി നൽകുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ കൂടുതൽ എഡിറ്റിങ്ങിന് യാതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു 10-30 വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് വഴിനീളെ കാണാൻ കഴിയും. ചിലവരെ തോളിൽ ആളുകൾ കയറ്റിക്കൊണ്ടുപോകുന്നതിനെ പിറ്റു എന്നാണ് പറയുന്നത്. മറ്റു ചിലർ ഡോളി ആശ്രയിക്കുന്നു. മറ്റു ചിലരാകട്ടെ കുതിരപ്പുറവും. മടക്കത്തിലെ കുതിര റേറ്റ് വളരെ കുറവാണ്. കാരണം ഒരു 2000 രൂപ, 1500 മുതൽ 2000 രൂപ വരെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വരാവുന്നതാണ്. മടക്കത്തിലെ കുതിരയുടെ റേറ്റ് ഫിക്സഡ് അല്ല. അത് നമ്മൾ അവരോട് സംസാരിച്ചുറപ്പിക്കുന്നതാണ്. പലപ്പോഴും കുതിരകൾ ആളില്ലാതെ മടങ്ങേണ്ട സാഹചര്യമായതുകൊണ്ട്
1500 രൂപ, 1000 രൂപ, 1000 മുതൽ 2000-നകം ഏത് എമൗണ്ടിനും അവർ വരാൻ സാധ്യതയുണ്ട്. ഇത് പല ഭാഗത്തും മണ്ണിടിഞ്ഞതിൻ്റെ കാഴ്ചകളാണ്. അവിടെ ചെറിയ ജലപ്രവാഹവുമുണ്ട്. ചില ഭാഗങ്ങളിൽ മല പൂത്തുലഞ്ഞു നിൽക്കുന്നതെന്ന് കാണും. ഒരു നേത്ര മനോവിസ്മയമാണ്. മനസ്സിനും നേത്രത്തിനും ഒരുപോലെ വിസ്മയമേകുന്ന യാത്രയാണത്. പിട്ടു ആളുകൾ നടന്നു പോവുകയാണ്. ഒരു ചെറിയൊരു പാലം. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഗൗരികുണ്ടെത്തിയപ്പോഴാണ് അറിയാൻ സാധിച്ചത് അവിടെ ഒരു മലയിടിച്ചിൽ കാരണം സോനാപ്രയാഗിലേക്ക് വാഹനങ്ങൾ വിടുന്നില്ല എന്ന്. വീണ്ടും ഒരു 6 കിലോമീറ്റർ നടന്ന് സീതാപൂർ വരെ എത്തേണ്ടി വന്നു. ഒരു 6:30 മണിയോടുകൂടിയാണ്, 7 മണിക്കൂറോളം എടുത്താണ് ഞങ്ങൾ സീതാപൂരിലെത്തിയത്. കാരണം സോനാമാർഗിൽ നടത്തവും അവർ തടഞ്ഞു. ഒരു 1/2 മണിക്കൂറോളം ഞങ്ങളെ തടഞ്ഞു നിർത്തി. കാരണം മല മുന്നിൽ ഇടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റിയില്ല, കാരണം ബാറ്ററി കുറവായിരുന്നു. ഇത്രയുമാണ് ഈ യാത്രയെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത്. എല്ലാവരും ആരോഗ്യം അനുവദിക്കുന്ന പക്ഷം തീർച്ചയായും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ് കേദാർനാഥ് എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് കുറച്ച് ദൈർഘ്യം കൂടിയ വീഡിയോ ആയിപ്പോയി, അതും അറിയാം. കാരണം പരമാവധി രംഗങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത്രയും ദൈർഘ്യമേറിയത്. ഇത് 2 ദിവസമായിട്ട് അവിടെ നിന്നതിൻ്റെയാണ്. 26, 27 സെപ്റ്റംബർ 2024 റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളുടെ ഒരുപാട് പരമ്പര. ഇത് പറയാൻ പലപ്പോഴും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇത് നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പരിമിതികളുണ്ട്. നേരിട്ട് പോവുക, ആസ്വദിക്കുക. ഇതൊരു വലിയ മണ്ണിടിച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ്. എപ്പോൾ മണ്ണിടിച്ചിലുണ്ടായാലും ഉടൻ തന്നെ ദ്രുതകർമ്മസേന അവിടെ വരികയും വഴിയിടം ശരിയാക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. മണിക്കൂറുകൾക്കകം തന്നെ അവർ അത് സഞ്ചാരയോഗ്യമാക്കും. അതാണ് ഇവിടെ കണ്ടുവരുന്ന രീതി. ഒരു വലിയൊരു വെള്ളച്ചാട്ടമാണ്, നല്ല ഹൈറ്റുള്ളൊരു വെള്ളച്ചാട്ടം. വളരെ ദൂരത്താണത്. ഈ മലയിൽ നിന്ന് എങ്ങനെ വെള്ളം ഉറവുണ്ടായി ചാടുന്നു എന്ന് തന്നെ ഒരു അത്ഭുതമാണ്. ഏകദേശം നമ്മൾ സോനാപ്രയാഗ് എത്താനായി. സോനാപ്രയാഗിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം ചിലപ്പോൾ ഒരേ കാര്യങ്ങൾ തന്നെ ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞതായിരിക്കാം. ഒന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ്, റെക്കോർഡ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. മറ്റേത് അതിനുശേഷം ഓഡിയോ ആഡ് ചെയ്തതാണ്. ചില കാര്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ടാവാം. കൂടുതൽ ശ്രദ്ധ ചെലുത്തി എഡിറ്റ് ചെയ്യാനും മെനക്കെട്ടിട്ടില്ല. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം, അതിൻ്റെ ശബ്ദം കേൾക്കാം.
താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.